ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ സെൽഫ് കെയർ റൂട്ടീനെ കുറിച്ചാണ്. വീഡിയോയിലോട്ട് പോകാം. ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണ തൊട്ട് എൻഡ് ചെയ്യണ വരെയുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. മേക്കപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്തത് വെള്ളം കുടിക്കലാണ്. അത് കഴിഞ്ഞ് ബെഡ് മേക്ക് ചെയ്ത് നെക്സ്റ്റ് അതെല്ലാം സെറ്റ് ചെയ്തതിനായിട്ട് മിക്ക ദിവസങ്ങളിൽ ഞാൻ ചെയ്യണതാണ് ഫേസ് ഐസിൽ വെക്കാറ്. അതായത് ഒരു 3-4 ടൈംസ് എണീറ്റിട്ട് ഒരു 3 to 4 ടൈംസ് അങ്ങനെ ചെയ്തിട്ട് ഒന്ന് സ്കിന്നൊക്കെ ഇതാക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇത് സെൽഫ് കെയർ ഡേ ആയതുകൊണ്ട് ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ഫേസ് മസാജൊക്കെ ചെയ്യാറുള്ളതാണ്. പിന്നെ ഇടയ്ക്കാണ് ചെയ്യാൻ വിട്ടു പോകാറ്. അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ട് നേരെ ഫേസ് മസാജൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ ടൈം കളഞ്ഞു. അപ്പം ഇതിൽ മിക്ക കാര്യങ്ങളിലും ഞാൻ രാവിലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലാനിങ് ഈസ് ഓൾവേസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പം ഒരു ഡേ തുടങ്ങുന്നതിന് മുമ്പ് ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് എന്ന പോലെ തന്നെയാണ് കൂടുതൽ ഡേയ്സ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പ്ലാൻ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് കോഫിയോ ഓർ ടീ, മിക്ക ഡേയ്സിലും കോഫീനേക്കാളും കൂടുതൽ കുടിക്കുന്നത് ടീ ആണ്. പിന്നെ വാട്ടർ ട്രാക്കർ പോലെ വാട്ടർ ബോട്ടിൽ ഓൾവേസ് വെള്ളത്തിൽ എല്ലായിരിക്കും. ഒന്നെങ്കിൽ 2 ലിറ്റർ അല്ലാന്നുണ്ടെങ്കിൽ 3 ലിറ്റർ അടക്കം കുടിക്കാറുണ്ട്. കാരണം കൂടുതലും വെള്ളം കുടിക്കണമെന്ന് ഒട്ടുമിക്ക ആൾക്കാരും പറയാറുണ്ട്. അത് നമുക്കറിയണ കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാറുണ്ട്. പിന്നെ ഫേസ് മാസ്ക് ആണ് അപ്ലൈ ചെയ്യണത്. ഇത് സെൽഫ് കെയർ ഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യണത്. ഞാൻ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ആണ് കൂടുതലും ചെയ്യാറ്. പിന്നെ എക്സാംസ് ടൈംസൊക്കെ ആകുമ്പോൾ അത് ചെയ്യണത് കുറവാണ്. അപ്പോൾ ഇത് ഫുള്ള് സെൽഫ് കെയറിന് മാറ്റി വെച്ച ഡേ ആയതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്താണ് ഓരോ കാര്യങ്ങളും ചെയ്യണം. പിന്നെ മിക്ക ദിവസവും ഞാൻ ആനിമി വാച്ച് ചെയ്യും. ആനിമി വാച്ച് ചെയ്യാത്ത ഡേയ്സ് കുറവായിരിക്കും. അപ്പോൾ എക്സാം ടൈം അല്ലാന്നുണ്ടെങ്കിൽ ടൈം കിട്ടാത്തപ്പോഴാണ് ആനിമി വാച്ച് ചെയ്യാത്തത്. ഇരുന്നിരിപ്പിൽ ഞാൻ കുറേ ആനിമീസ് ഇങ്ങനെ കാണുന്ന ആളാണ്. അപ്പം ഞാൻ കുറേ ഫേസ് മാസ്ക് ഒക്കെ ഓൾറെഡി അപ്ലൈ ചെയ്യാൻ കാണിച്ചുകൊണ്ട് അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ ലിപ് സ്ക്രബ് ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഷോർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതും ഞാൻ കാണിക്കണം. പിന്നെ അടുത്തതായിട്ട് ഹെയർ ഓയിൽ മേക്കിംഗ് ആണ്. അതിന് ഞാൻ ഓൾറെഡി ഇൻഗ്രീഡിയൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് മേക്ക് ചെയ്യണത്. അപ്പോൾ ചെറിയ പിള്ളേർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഇതിൽ വെള്ളമുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഇതാകാനുള്ള ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കണം. പിന്നെ ഹെയർ കട്ടിങ് അത് എന്തായാലും 2026 തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യണം എന്നുണ്ടായിരുന്നു. ബട്ട് എനിക്ക് എന്തോ ഓവറായിട്ട് വെട്ടാനും തോന്നണില്ല. ഞാൻ പിന്നെ ഷോപ്പിൽ പോയി വെട്ടണതും കുറവാണ്. കാരണം എനിക്ക് വെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ശോകമായിരിക്കും. ഒരു വട്ടം വെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ലെയർ കട്ടാണ് ചെയ്തത്. ബട്ട് പിന്നെ എനിക്ക് മുടി മര്യാദക്ക് ഇതാവണുണ്ടായില്ല. ലാസ്റ്റ് ഞാൻ തന്നെ വെട്ടിക്കഴിഞ്ഞിട്ടാണ് മുടിയൊക്കെ വളരാൻ തുടങ്ങിയത്. അപ്പം ഷോർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുറേ നാളേന് വളർന്ന് പിന്നെ ഇപ്പോഴാണ് വെട്ടണത്. അതേനി വാഷ് ചെയ്യാൻ വേണ്ടി റോസ്മേരി വാട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. റോസ്മേരി വാട്ടർ ഹെയറിന് അത്രക്കും ഹെൽത്തിയാണ്. വാങ്ങണതിനേക്കാളും നല്ലത് ഉണ്ടാക്കണതായിരിക്കും. ഉണ്ടെങ്കിൽ കൂടെ ക്ലോസും കൂടി ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ നല്ല സ്മെല്ലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ തേക്കുക. അപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഓൾറെഡി മുടി വെട്ടിയത്. കാരണം മിക്കപ്പോഴും ഞാൻ അങ്ങനെ ചെയ്ത് ശീലിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ വെട്ടണ ഇഷ്ടം. പക്ഷേ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ ഹെയർ ഓയിൽ ഉണ്ടെങ്കിൽ അത് കഴുകിയിട്ടേ ചെയ്യാറുള്ളൂ. അതിനതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നേരെ റൂമെല്ലാം ക്ലീൻ ചെയ്ത് ഫുള്ളും അത്രയും നേരം മുടിക്ക് റെസ്റ്റ് കൊടുത്ത് അപ്പോൾ പിന്നെ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ റൂം ഫുള്ള് ക്ലീൻ ചെയ്ത് മിക്ക ദിവസവും ചെയ്യണ കാര്യമാണ് തുടച്ചിടൽ. ബട്ട് കുറവാണ്. എക്സാംസ് ടൈംസൊക്കെ ആയപ്പോൾ അതെല്ലാം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ചെയ്ത് പിന്നെ ഓൾറെഡി ഞാൻ കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ട്സ് എല്ലാം വീട്ടിലേക്കുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിയത്. അപ്പോൾ കൂടുതലും എന്നെക്കാൾ എക്സൈറ്റ്മെൻറ്റ് പൂച്ചക്കാണ് കാണാനായിട്ട്. അവർക്കറിയാം എപ്പോൾ ഓർഡർ ചെയ്താലും എന്തെങ്കിലും അവർക്ക് വേണ്ടി വാങ്ങുമെന്ന്. അപ്പം എനിക്ക് കിവി കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം കൊണ്ട് ഞാൻ കിവിയും വാങ്ങി. പിന്നെ ബട്ടർ മസ്ക ബൺ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ബട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. പിന്നെ യോഗട്ട് കൂടുതലും വാങ്ങാൻ കാരണം അതിൽ നമ്മൾ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കണ പോലെ ഞാൻ എൻ്റെ ഓണിലൊരു റെസിപ്പി ഉണ്ടാക്കാറുണ്ട്. ഞാനത് ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ ഓൾവേസ്
നമ്മുടെ ഹെയർ മാത്രം കഴുകിയാൽ പോലും ഇപ്പോൾ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ട് അല്ലാന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾവേസ് നമ്മുടെ പില്ലോസ് മാറ്റണ പോലെ തന്നെയാണ് കോമ്പ് ക്ലീൻ ചെയ്യേണ്ടതും. സോ ഏകദേശം ഒട്ടുമിക്ക വീഡിയോസുകളിലും ഇംഗ്ലീഷായി ചെയ്യണ കാര്യം തന്നെയാണിത്. ഞാനത് ഓൾവേസ് ചെയ്യാറുള്ളതാണ്. ഞാൻ വിചാരിച്ച ഐഡിയ നിങ്ങൾക്കും കൂടി പറഞ്ഞുതരാമെന്ന്. അങ്ങനെ ചീപ്പെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് അപ്പോൾ നമ്മൾ ഹെയർ ഓൾവേസ് ഒരു കിറ്റിൽ എന്തെങ്കിലും കീപ്പ് ചെയ്യണം. അതായത് എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം ഹെയർ നമുക്ക് ലോസ് ആയെന്നുള്ളത്. സോ ഞാൻ ഓൾവേസ് അത് കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, ഓക്കെ ഇന്ന ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഹെയർ ലോസ് ആയോ ഇല്ല അങ്ങനെയൊക്കെ. അതായത് ഞാൻ സ്ക്രഞ്ചീസും ക്ലീൻ ചെയ്ത്. പിന്നെ ഇനി ഫുള്ള് ഹാൻഡ്സിനും ലെഗ്സിനും കെയർ ചെയ്യണമെന്നാണ് ഞാനിതിൽ കാണിച്ചിരിക്കുന്നത്. ഹാൻഡ്സ് മാത്രമാണ് ഹോട്ട് വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കണത് നമ്മൾ റീൽസിലൊക്കെ കാണുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സ്കിൻ കെയർ നമ്മൾ ഹാൻഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കൂടുതലും യൂസ് ചെയ്തേക്കുന്ന റൈസ് പൗഡറിൻ്റെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നെയിൽസൊക്കെ ക്ലീൻ ചെയ്ത് നെയിൽസൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കുറച്ചും ചെയ്ത് ജസ്റ്റ് ഫുൾ ബോഡി കെയർ ചെയ്യണ പോലെ തന്നെയാണ് ഞാൻ കൈക്കും കൊടുത്തേക്കണം. നമ്മൾ ഓൾവേസ് ഒരു വീക്ക്ലി അല്ലെങ്കിൽ 2 വീക്സൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യണം നല്ലതായിരിക്കും. പിന്നെ ഹാൻഡിന് കൊടുക്കണ അതേ കെയർ തന്നെ നമ്മൾ ലെഗ്സിനും കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. നമ്മൾ എപ്പോഴും അതിനെ വിട്ട് കളയരുത്. പിന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഹാൻഡൊന്ന് മോയ്സ്ചറൈസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്ത പോലെ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഓർണമെൻറ്റ്സിൻ്റെ കൂടെ വെള്ളത്തിൽ മുക്കരുത്. കാരണം അത് കളറ് പോണതൊക്കെ ആണെങ്കിൽ അതിൻ്റെ കളറ് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം എനിക്ക് അതത്ര ഞാൻ ഓൾവേസ് യൂസ് ചെയ്ത് കളറ് പോകണതായതുകൊണ്ട് ഞാൻ പിന്നെ അത്ര കാര്യമൊക്കെയില്ല. പിന്നെ ഒരു റിഫ്രഷിങ് വാട്ടർ ഉണ്ടാക്കണതാണ്. ഇത് മോർണിംഗ് ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ. അതിലോട്ട് ആഡ് ചെയ്യുന്നത് ചിയ സീഡ്സും ലെമണുമാണ്. കുക്കുംബർ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അതൊക്കെ കാണുമ്പോൾ നമുക്ക് കുടിക്കാനാണെങ്കിൽ തോന്നും. അങ്ങനെയെങ്കിൽ നമ്മൾ കൂടുതൽ ഹൈഡ്രേറ്റ് ആയിരിക്കുന്നത് നല്ലതാണ്. ഓൾവേസ് മോർ വാട്ടർ ഡ്രിങ്ക് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ കിവി വാങ്ങിയെന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കിവി കഴിക്കണത്. ഇത് പഴുത്ത് കഴിഞ്ഞോ ഇല്ലേന്ന് എനിക്കറിയില്ല. ബട്ട് എൻ്റെ വീട്ടിലാർക്കും കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവർ പറയണത് പുളിയാണെന്നാണ്. ബട്ട് എനിക്കത് ഇഷ്ടമായി. അതേനെ ഉണ്ടാക്കുന്നത് ഓവർനൈറ്റ് ഓട്സും ലെമൺ ടീ ആണ്. ഇതിൽ ഞാൻ ലെമൺ ആഡ് ചെയ്യണത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഓവർനൈറ്റ് ഓട്സ് അല്ല, ഇത് അപ്പം ഉണ്ടാക്കി അപ്പം തന്നെ തിന്നാൻ പറ്റിയതാണ്. എനിക്ക് ഓവർനൈറ്റ് ഓട്സ് കഴിക്കണത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനങ്ങനെ ഇതാക്കല്ല. ഇതിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, ലൈക്ക് ഓവർനൈറ്റ് ഓട്സ് പോലെ തന്നെ. സോ നമ്മൾ ഓൾവേസ് നമ്മുടെ ബോഡിക്കും നമ്മുടെ സ്കിന്നും ഒരു ഡേ മാറ്റി വെക്കാൻ എപ്പോഴും ശ്രമിക്കണം. സോ എൻ്റെ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് see you later. Bye.